ബട്ടർ കോൺ മിഠായി നാവിലിട്ടാൽ അലിഞ്ഞൂറും മിഠായി. ബട്ടർ കോൺ മിഠായി നമ്മുടെ വീടുകളിൽ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന മിഠായി. ബട്ടർ കോൺ മിഠായി എല്ലാ വീടുകളിലും ഇത് ഈസിയായി ചെയ്യാവുന്നതാണ്. ബട്ടർ കോൺ മിഠായി. ബട്ടർ കോൺ. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് അടിപൊളി ഒരു ബട്ടർ കോൺ മിഠായിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഞാനൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് 1 കപ്പ് കടലമാവാണ്. കടലമാവ് ഇട്ടിട്ട് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായ പഞ്ചസാര, എല്ലാ സാധനങ്ങളും നമുക്ക് എടുക്കണം. 1 കപ്പ് കടലമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാ അതിലേക്ക് ഇട്ടു. ഇനി അതേ കപ്പിന് 2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതാ 2 കപ്പ് പഞ്ചസാര ഉണ്ട് അതേ കപ്പിന്, എന്നാലേ അതിൽ മധുരം ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ എടുത്തത് 3/4 കപ്പ്, അതേ കപ്പാണ്, 3/4 കപ്പ് ഓയിലാണ്, സൺഫ്ലവർ. അതിനുശേഷം ഞാൻ ആ മാവിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കാൻ പോവുകയാണ്. നല്ലതുപോലെ മിക്സാക്കി നമുക്ക് നല്ല കുറുക്കി എടുക്കണം. മിക്സായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതുപോലെ നല്ലതുപോലെ മിക്സായിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കണം. എന്നാൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ഉടയ്ക്കണം കേട്ടോ. അപ്പം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോകാം. ഇതിനായി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഓയിലൊന്ന് ചൂടാക്കി, ഓയിലും ബട്ടറൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് മാറ്റി വെക്കണം. അപ്പം നേരത്തെ എടുത്ത 3/4 കപ്പ് ഓയിൽ ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 2-3 കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ആ 50 ഗ്രാം ബട്ടർ അതിലേക്ക് ഇടുകയാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് 100 ഗ്രാമിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഉരുകി വന്നാൽ നമുക്കത് നല്ലപോലെ ചൂടായി സെറ്റായിട്ട് മാറ്റി വെക്കാം. അതിൻ്റെ ഇടയിൽ ഞാനൊരു കേക്കൊക്കെ ഉണ്ടാക്കുന്ന തട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇനി കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് നമുക്ക് തടവി നല്ല മിക്സാക്കി നല്ല സെറ്റാക്കി വെക്കണം. ഇത് മുന്നേ എടുത്ത് സെറ്റാക്കി വെക്കണം, ഇല്ലെങ്കിൽ ആ ലാസ്റ്റ് ടൈം നമ്മൾ ബുദ്ധിമുട്ടും. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ സെറ്റാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഓയിലും ബട്ടറൊക്കെ നല്ലപോലെ തിളച്ച് മിക്സായി വരുന്നുണ്ട്. നല്ലപോലെ തിളയ്ക്കൊന്നും വേണ്ട, നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചൂടായ എണ്ണയിൽ നിന്ന്, ബട്ടർ എണ്ണയിൽ നിന്ന് ഞാൻ കുറേശ്ശെ എല്ലാത്തിലേക്കും കുറേശ്ശെ ഓരോ തുള്ളി ഇട്ടിട്ട് നല്ലപോലെ തടവി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു കടായി പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മുന്നേ 2 ഏലക്ക എടുത്ത് ഒന്ന് കുത്തിച്ചതച്ച് വെക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 1/4 കപ്പ് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ പഞ്ചസാര ലായനി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. നല്ല പതഞ്ഞ് വരും. പതഞ്ഞ് വന്ന് കുറച്ച് കഴിഞ്ഞ് ഒരു നൂൽ പരുവത്തിന് നമുക്ക് സെറ്റാക്കി എടുക്കണം. ഇത് ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ ഇടയിൽ നമുക്ക് കുത്തിച്ചതച്ച നമ്മൾ ഏലക്ക അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി സെറ്റാക്കി വെക്കണം. ഏതാണ്ട് നമ്മൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്നൊരു കൈ എടുത്ത് ഇങ്ങനെ പൊന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഒറ്റി താഴത്തേക്ക് ഇങ്ങനെ വരും. അപ്പോൾ ലാസ്റ്റ് കൊണ്ട് ഒരു നൂൽ പരുവത്തിന് ഇങ്ങനെ ഒറ്റാൻ തുടങ്ങും. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അല്ല നമ്മൾ പോയി കൈയൊക്കെ പൊള്ളിച്ച് അതൊന്നും വേണ്ട, ഇത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മളെ കടലമാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. പുതിയൊരു ഐറ്റമാണ്, എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മുടെ വായിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, അലിഞ്ഞ് വരും. നല്ല ടേസ്റ്റും, ബട്ടറൊക്കെ ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പം നല്ലതുപോലെ മിക്സാക്കി ചെറിയ ടൈറ്റ് വരുന്നവരെ ഒന്ന് മിക്സാക്കുക. ടൈറ്റ് വന്ന ശേഷം നമുക്ക് കുറേശ്ശെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം കുറച്ചിട്ടാണ് വെച്ചിട്ടുണ്ട് കേട്ടോ, ആദ്യം കൂട്ടി വെക്കരുത്. ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് അതിലേക്ക് കുറേശ്ശെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ നല്ലപോലെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. കണ്ടോ, ഒരു ബോൾ പോലെ ആയി വരുന്നുണ്ടോ. ഇനി കുറേശ്ശെയും കൂടെ ഓയിൽ ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് അധികം ഓയിൽ, കണ്ടമാനം ഓയിൽ ഒഴിക്കരുത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം. അവസാനം കൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഓരോ പീസായിട്ട് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ മാറി വരാൻ തുടങ്ങും. അതാണ് നമ്മളെ അതിൻ്റെ പാചകത്തിന് ലാസ്റ്റ്. അതായത് ചെറിയ തോതിലുണ്ടോ അങ്ങനെ പൊട്ടി വരാൻ തുടങ്ങിയില്ലേ, ഇതാണ് മൂപ്പ് കേട്ടോ. ഈ മൂപ്പെത്തുമ്പോൾ നമുക്കതൊന്ന് ഇറക്കണം. ഞാൻ ഇതിന് കുറേശ്ശെ എടുത്തിട്ട് ഓരോത്തിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ അമർത്തി സെറ്റാക്കുകയാണ്. എല്ലാത്തിലും ഇട്ട് കാണിക്കാൻ പറ്റില്ല, കാരണം അപ്പം അത് അവിടെ സെറ്റാകും, ടൈറ്റ് ആകും. അപ്പം അതിന് മുന്നേ എല്ലാം ഇട്ട് സെറ്റാക്കണം ആദ്യം. എല്ലാം വീഡിയോ കാണിച്ചു തരാൻ കഴിയില്ല, അതാണ്. എല്ലാം അപ്പം ഞാൻ സെറ്റാക്കി. അപ്പം രണ്ട് കുഴികൾ മാത്രമേ ബാലൻസ് വന്നുള്ളൂ, ബാക്കി എല്ലാത്തിലും ഫുള്ളായി. ബട്ടർ കോൺ മിഠായി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഗൈസ്, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഇനി ഒരു 1.5 മണിക്കൂർ, 2 മണിക്കൂർ, 1 മണിക്കൂർ to 2 മണിക്കൂർ വരെ ഗ്യാപ്പ് തണുക്കാൻ വെക്കണം നമുക്കിത്. അതിന് ശേഷം നമുക്കിത് എടുക്കാം. അതിന് മുന്നേ നമുക്ക് 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഇതേപോലെ കട്ട് ചെയ്ത് 2 സെൻറ്ററിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 ഒഴിച്ച് ബാക്കിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഇത് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ബട്ടർ അല്ലെങ്കിൽ ഗീ ആയാലും മതി, നെയ്യ്. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞു. ഞാനതാ എടുത്തിട്ടൊന്ന് കവുത്തി പുറത്തൊക്കെ തട്ടി സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ അത് ഇറങ്ങി വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ് നമ്മളെ ബട്ടർ കോൺ മിഠായി? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? കണ്ടോ, ഇത് നോക്കിയേ എങ്ങനെയുണ്ട് എന്നുള്ളത്. കണ്ടോ, നല്ല ഹലുവ പോലല്ലേ കട്ട് ചെയ്തപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടും. നല്ല രുചിയാണ്. അടിപൊളിയാണ് മക്കളെ, നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളും. എന്താ രുചി! വാവ്, കിടുക്കാച്ചി.